എല്ലാവരുടെയും പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വെട്ടത്ത് കവലയിലാണ്. നമ്മുടെ മലയാളികളുടെ ദേശീയോത്സവമാണ് ഓണം. ഓണം വന്നെത്തുമ്പോഴത്തേനും നമ്മുടെ വെട്ടത്ത് കവലയിൽ ഒരു ചെറിയ പരിപാടി നടക്കുകയാണ്. അപ്പം നിങ്ങൾ അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. എത്രയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എറിയാട് നാഷണൽ ലൈബ്രറിയുടെ 78ാമത് വാർഷികത്തോടനുബന്ധിച്ച് ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായുള്ള പകടകൾ ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് അതിന്റെ ഉദ്ഘാടന കർമ്മമാണ് നടക്കുന്നത്. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. എത്രയും ബഹുമാനായ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ഇപ്പോൾ പള്ളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നമ്മുടെ പുതുപ്പള്ളി ഡിവിഷന്റെ മെമ്പറുമായ സാബു പുതുപ്പറമ്പില്, പ്രിയപ്പെട്ട ലൈബ്രറിയുടെ സെക്രട്ടറി ശ്രീ അരുൺ ജോയിവട്ടം, ലൈബ്രറിയുടെ കമ്മിറ്റി അംഗങ്ങളായ തോവാച്ചൻ പാണുക്കടുപ്പില്, സന്തോഷ് പാളിയില്, റോഷൻ തിരുമനത്ത്, അതോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ലൈബ്രറിയുടെ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമുക്കറിയാം എറിയാട് നാഷണൽ ലൈബ്രറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഏകാടിന്റെ ഒരു അഭിമാനമായിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യദിന സമരത്തോടനുബന്ധിച്ചാണ് നമ്മുടെ ലൈബ്രറി ആരംഭിക്കുന്നത്. ആ ലൈബ്രറിയുടെ ആദ്യകാല പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ നമുക്കറിയാം കേരളത്തിലെ മുൻനിരയിൽ നിന്ന രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചവരുമാണ്. അവരുടെയൊക്കെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഓണാഘോഷ പരിപാടികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലയാളികളുടെ ദേശീയോത്സവമായ ഓണാഘോഷം ഏറ്റവും ഭംഗിയായി കഴിഞ്ഞ കാലങ്ങളിൽ 10 വർഷമായി ഈ വെട്ടത്തോലിയിൽ നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നതാണ്. അതിന്റെ ഏറ്റവും വാശിയേറിയ ഒരു മത്സരമാണ് പകടകളി. പഴയ രാജകൊട്ടാരങ്ങളിൽ വരെ നടന്നിരുന്ന ഈ പകടകളി അത് നെഞ്ചോട് ചേർത്ത് ഈ നാട്ടിലെ എല്ലാ കഴിഞ്ഞ കാലങ്ങളിലെ ഒരു തലമുറ ഇവിടെ വളരെയധികം വാശിയോടെ ഈ മത്സരത്തിൽ പങ്കെടുക്കുമായിരുന്നു. അന്ന് വിജയികൾക്കൊക്കെ സ്വർണ്ണ മോതിരവും ആ മോതിരവും ട്രോഫിയൊക്കെ വാങ്ങിക്കൊണ്ട് ആനപ്പുറത്ത് വരെ പോയ കഥകളുമൊക്കെ ഈ നാട്ടിലുണ്ട്. ആ കഥകളി വീണ്ടും പുതിയ തലമുറയ്ക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള ചടങ്ങുകൾ നമ്മൾ വർഷം തോറും നടത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഓണത്തിന്റെ മത്സരം, ഓണാഘോഷം തന്നെ എല്ലാവരും തമ്മിലുള്ള ഐക്യത്തിന്റെയും അഖണ്ഡതയുടെ ഒരു ഒന്നിപ്പിന്റെയും ഒരു അവസരം കൂടിയാണ്. അതാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ഐക്യം. ഈ ലൈബ്രറി നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളെയും ഒന്നിപ്പിക്കുന്നതിന് ഒരു മുഖ്യ കണ്ണി കൂടിയാണ്. അപ്പോൾ ഈ ചടങ്ങില് ഔദ്യോഗികമായി ഇതിന്റെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കാൻ നമ്മൾ വിളിച്ചത് ബഹുമാന്യരായ നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ഇപ്പോൾ പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും അതോടൊപ്പം തന്നെ വലിയൊരു കായിക പ്രേമിയുടെയായ സാബു പുതുപ്പറമ്പനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പുതുപ്പള്ളിയിലെ നിരവധി, അദ്ദേഹം തന്നെ ഒരു ക്ലബിന്റെ പ്രസിഡന്റാണ് പയ്യപ്പാടിയില്. ഇതുപോലുള്ള മത്സരങ്ങളൊക്കെ അവിടെ വളരെ വാശിയോടെ നടത്തിയിട്ടുള്ളതാണ്. നാടൻ പന്തുകളി മത്സരമൊക്കെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നതാണ്. അപ്പോൾ ഇതിന്റെ ഉദ്ഘാടകനെ നമ്മൾ ആരെ വിളിക്കണമെന്ന് പെട്ടെന്നായിരുന്നല്ലോ ഇന്നലെ വൈകിട്ട് ആ തീരുമാനങ്ങൾ കൊണ്ട് ആലോചിച്ചപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട സാവിച്ചാന്റെ പേര് നിർദ്ദേശിക്കുകയും അദ്ദേഹത്തോട് ഇന്ന് രാവിലെയാണ് നമ്മൾ ആവശ്യപ്പെട്ട് ഒരു വൈമനസ്യവും കൂടാതെ അന്നേരം തന്നെ സമ്മതിക്കുകയും കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിക്കുകയും ചെയ്ത് അദ്ദേഹത്തെ എറിയാട് നാഷണൽ ലൈബ്രറിയുടെ പേര് ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഈ കഴിഞ്ഞ 3-4 ഒരാഴ്ചയാണ് ലൈബ്രറിയുടെ ഒരു അഡ്വോക് കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റി രൂപീകരണത്തിന് ശേഷം വളരെയധികം ആത്മാർത്ഥമായി ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളോടൊപ്പം നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സെക്രട്ടറി അരുൺ ജോയിയുണ്ട്. അതുപോലൊപ്പം നമ്മുടെ തോമാച്ചൻ പാണുക്കെടുപ്പിലുണ്ട്. ഇതിന്റെ പകടകളിയുടെ കൺവീനറാണ്. നമ്മുടെ റോഷൻ പെരുമനത്തുണ്ട്, സന്തോഷ് പാളിയില്. ഇതിനോടൊപ്പം തന്നെ ഈ നാട്ടിലെ മുഴുവൻ ചിന്നാച്ചി അടക്കം ബാബു, നമ്മുടെ പാമ്പാടി രാജു ഉൾപ്പെടെയുള്ള ആൾക്കാര് വളരെയധികം സൗഹാർദ്ദമായ ഒരാഴ്ച ഒരു സാബു കുറ്റിക്കല് ഇവരെല്ലാം നമ്മളൊപ്പം നിന്നുകൊണ്ട് എല്ലാവരും വളരെ ആത്മാർത്ഥത്തോടും സന്തോഷത്തോടുകൂടെ ഈ മത്സരത്തെ ഏറ്റുവാങ്ങിക്കൊണ്ട് ആണ് നമുക്ക് പെട്ടെന്ന് ഇത് സംഘടിപ്പിക്കാനൊക്കെ. നമുക്കിതിനായി സ്ഥലം വിട്ടു തള്ളിയ ദിലീപിനെ നമുക്കെല്ലാം അറിയാം. ഒരു കാലത്ത് ലൈബ്രറിയുടെ പ്രവർത്തനമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥലം നമുക്ക് വിട്ടുകയും അത് തെളിച്ച് പന്തലുമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ആരംഭിക്കാൻ സാധിച്ചതിൽ എല്ലാവരുടെയും കഷ്ടപ്പാടുകളുണ്ട്. അതെല്ലാം ഈ സമയത്ത് ഓർക്കുകയാണ്. ഈ മത്സരത്തിൽ 1ാം സമ്മാനമായിട്ട് നമ്മുടെ പാർക്ക് വെന്നി ഹോട്ടൽ നൽകുന്ന 5000 രൂപയും 2ാം സമ്മാനത്തിന് അർഹരാകുന്നവർക്ക്
വെട്ടം ഹോം അപ്ലയൻസുകളുടെ 3100 രൂപയുമാണ് ഇപ്പോൾ സമ്മാനമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ആദരപൂർവ്വം ഇതിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സാബു പുതുപ്പറമ്പ് അവറുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ മഹനീയമായ ചടങ്ങിന്റെ അധ്യക്ഷൻ ചെറിയാട് നാഷണൽ ലൈബ്രറിയുടെ എല്ലാമെല്ലാമായ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട പ്രമോദ് കുര്യാക്കോസ്, ലൈബ്രറിയുടെ ബഹുമാനായ സെക്രട്ടറി ശ്രീ അരുണ്, ബഹുമാനായ തോമാച്ചായൻ, ബഹുമാനായ ഷിബുജി കല്ലറയ്ക്കൻ, ബഹുമാനായ നാഷണൽ ലൈബ്രറിയുടെ ഭാരവാഹികളെ, ഈ പകടകളി പ്രേമികളായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പകൽ വ്യക്തിത്വങ്ങളെ, ചെറിയാട് നാഷണൽ ലൈബ്രറിയുടെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ 75 വർഷങ്ങൾ പിന്നിട്ട ഈ പ്രദേശത്തെ ആദ്യകാല ലൈബ്രറികളിൽ ഒന്നാണ് ചെറിയാട് നാഷണൽ ലൈബ്രറി. ബഹുമാനായ പ്രമോദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യ സമര ലബ്ധിക്ക് ശേഷം ഇവിടെ ആരംഭിച്ച ഈ ലൈബ്രറി ഈ പ്രദേശത്തിന്റെ ഒരു കെടാവിളക്കായിരുന്നു. ഒട്ടേറെ മത്സരങ്ങളും ഒട്ടേറെ കലാകായിക മത്സര രംഗങ്ങളും സംഘടിപ്പിച്ച ഈ ലൈബ്രറി, നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ഇതുപോലെയുള്ള ലൈബ്രറികളുടെയും ക്ലബ്ബുകളുടെയും പ്രവർത്തനത്തെ യുവതലമുറ അതിനോട് യോജിക്കാതെ പോകുന്ന ഒരു സാഹചര്യമുള്ളത് കൊണ്ട് പല ലൈബ്രറികളുടെയും ക്ലബ്ബുകളുടെയും പ്രവർത്തനം ഇന്ന് ക്ഷീണിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. അത്തരമൊരു സന്ദർഭത്തിൽ ഈ ദേശവാസികളായ ഓണത്തെയും ലൈബ്രറിയെയും സ്നേഹിക്കുന്ന ബഹുമാനീയരായ ഈ നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് വീണ്ടും ഈ ഓണാഘോഷ വേളയിൽ ഇവിടെ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നാടൻ കലാ അവസരങ്ങൾ ഒരുക്കിക്കൊണ്ട് പകടകളി അടക്കമുള്ള വിവിധ കലാകായിക മത്സരങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വെട്ടത്തുപോലെ ഓണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പകടകളിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കാലഘട്ടത്തിൽ രാജാക്കന്മാർ തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന മഹത്തായ ഒരു മത്സരമായിരുന്നു. പഞ്ചപാണ്ഡവന്മാരുടെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ പകടകളിയിലൂടെ എല്ലാം നഷ്ടപ്പെട്ട അവരുടെ സഹധർമ്മിണി പാഞ്ചാലിയുടെ ആക്ഷേപം വരെ ഉണ്ടാകേണ്ട സാഹചര്യം ഈ പകടകളിയിലൂടെ ഉണ്ടായ ചരിത്രം നമുക്കറിയാം. അത്രം വാശിയേറിയ ഈ മത്സരം നമ്മുടെ ഗ്രാമീണ മേഖലയിൽ നമ്മുടെ നാട്ടിന്റെ മത്സര ലഹരിയുടെ ഒരു പരിച്ഛേദമായിരുന്നു പകടകൾ. ഈ പകടകളിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ പകടകളിയിൽ പകിട ഉരുട്ടുന്ന വ്യക്തിയേക്കായി കൂടുതൽ ഉത്തരവാദിത്വവും വിജയപ്രതീക്ഷയിൽ ആ ടീമിനെ എത്തിക്കേണ്ട ഉത്തരവാദിത്വവും പോരുവൈകാരനാണ്. പോരുവൈകാരന്റെ ബുദ്ധിയാണ് പകിടകളിയുടെ വിജയം. അതുപോലെ തന്നെ ഉരുട്ടുകാരനെയും പകിടയുടെ എണ്ണം വീണാൽ അത് പോരുവെക്കുന്നവരെയും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയും എല്ലാം നോക്കി അതിലൂടെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് സുഖമായി മത്സരം നടത്തേണ്ട ഉത്തരവാദിത്വം റബ്ബറിയിൽ നിക്ഷിപ്തമാണ്. റബ്ബറിയുടെ ഒരു കണ്ണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ പകടകളി മത്സരത്തിൽ പോയിന്റുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുകയും ഇരു ടീമുകൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ മത്സരത്തിനുള്ള ഒരു പ്രത്യേകത, മത്സരാർത്ഥിയും പോരുകാരനും റഫറിയും ഒരുപോലെ വിജിലന്റായി നിൽക്കേണ്ട ഒരു മത്സരമാണ്. അതുപോലെ തന്നെ കാണികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ഈ പകിടകളി നമ്മുടെ ഗ്രാമീണ മേഖലയിൽ നിന്നും അന്യം നിന്ന് പോകാനുണ്ടാകുന്ന സാഹചര്യം വാശിയേറിയ മത്സരത്തിൽ മത്സരാർത്ഥികളുടെ പേരുകൾ വെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാതുവെപ്പുകൾ നടത്തും. വലിയ തുക വാതുവെച്ചുകൊണ്ട് ആ മത്സരാർത്ഥി പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പോര് വെച്ചതിന്റെയോ ഉരുട്ടിയതിന്റെയോ ഒക്കെ നിയമപരമായ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് സംഘർഷാവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് പല സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും ഒക്കെ ഇപ്പോൾ ഈ പകടകളി രംഗത്തു നിന്നും പിൻവാങ്ങാനുണ്ടായ സാഹചര്യം. വെട്ടത്തുകളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നോക്കി നടത്തുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ഈ നാഷണൽ ലൈബ്രറിയെ സ്നേഹിക്കുന്ന ഒരുപറ്റം ചെറുപ്പക്കാരെ, പ്രായം ചെന്നവരെ, അങ്ങനെ സമസ്ത മേഖലയിലുള്ള ഈ ദേശവാസികളെ ഈ മത്സരത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓണത്തിന്റെ പ്രശസ്തിയെ കുറിച്ചൊക്കെ പ്രമോദ് ഇവിടെ സൂചിപ്പിച്ചു. അത്തരമൊരു സന്ദർഭത്തിൽ
ഇതുപോലെയുള്ള നാടൻ കായിക പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പുതിയ തലമുറ ഈ മൊബൈലുമായിട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അനുകൂലമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്നെല്ലാം മാറി നാടൻ കലാരൂപങ്ങളും ഓണത്തിന്റെ പ്രശസ്തിയും ഓണവുമായി ബന്ധപ്പെട്ട മത്സരങ്ങളുമൊക്കെ അവർക്കൊരു പുത്തൻ ഉണർവാകുവാൻ ഈ മത്സരം ഉതകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരിക്കൽ കൂടി ചരിത്ര പ്രസിദ്ധവുമായ ഈ നാഷണൽ ലൈബ്രറിയുടെ ഈ സുത്യർഹമായ ഈ പ്രവർത്തനത്തെ അനുമോദിക്കുന്നു. ഈ പരിപാടി വിജയിക്കുന്നതിനും ഓണപരിപാടി ഭംഗിയായി ഇവിടെ നടത്തുന്നതിനും ഈ ദേശവാസികളുടെ മുഴുവൻ സഹകരണം ഉണ്ടായിരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ലൈബ്രറിക്കും ഇതിന്റെ സംഘാടകർക്കും ഈ മത്സരങ്ങൾക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ മത്സരം ഔപചാരികമായി പകട ഉരുട്ടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. ലൈബ്രറിയുടെ 78ാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് നമ്മളിവിടെ ഈ ടൂർണമെന്റുകളിലൂടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇതിൽ ഉദ്ഘാടകനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന സാർക്കാനെയും ഉള്ള സ്നേഹവും ഞാൻ ഈ കൂടുതൽ അറിയിക്കുന്നു. പിന്നെ നമ്മുടെ പ്രസിഡന്റ് പ്രമോദിനോടുള്ള നന്ദിയും ഞാൻ ഈ അറിയിക്കുന്നു. ഇവിടെ ഇന്ന് വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ ഓണാഘോഷ പരിപാടിയുടെ വിജയം നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈകളിലാണ്. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പരിശ്രമങ്ങളും എല്ലാം ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഉള്ള നന്ദി ഞാൻ ഈ കൂടുതൽ അറിയിച്ചുകൊള്ളുന്നു. ചട്ടന്റെ പോരാണ് ഇതിനെ നിന്നോട്ട് വെച്ചാൽ മതി. ഞാൻ ഒഴുക്കുന്ന ഇതിനിപ്പഴേ വന്ന പ്രോബ്ലം. അവരെന്നെ വയോ ഇരുപത്തോട് വിട അങ്ങനെ ഒരു പരിശുദ്ധിയുടെ ഭാഗമായി പാടകളിൽ അവിടെ ജനിച്ചിട്ടുണ്ട് പാട് കൊടുത്തതാണ്. അവിടെയാണ് അതിൻ്റെതായ ഒരു നല്ല കുഴപ്പമില്ല. ഒഴുക്കുന്ന ഇതിനിപ്പഴേ വന്ന പ്രോബ്ലം. അവരെന്നെ വയോ ഇരുപത്തോട് വിട അങ്ങനെ ഒരു പരിശുദ്ധിയുടെ ഭാഗമായി പാടകളിൽ അവിടെ ജനിച്ചിട്ടുണ്ട് പാട് കൊടുത്തതാണ്.
Wow.